പരിണാമ സിദ്ധാന്തം ദൈവത്തിലോ അതോ അണുവിലോ? സത്യത്തിൽ പരിണാമം നടന്നിരിക്കുന്നത് ദൈവത്തിലാണ്. അല്ലാതെ പരമാണു മുതൽ പരിവർത്തനം ചെയ്ത് മനുഷ്യൻ വരെ ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം തെറ്റാണ്. ദൈവത്തിലാണ് പരിണാമം നടന്നിരിക്കുന്നത്. ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം എല്ലാം മുന്നിൽ കണ്ടിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ദൈവം സ്വയം ബലി അർപ്പിക്കപ്പെടാൻ തീരുമാനിച്ച് സ്വയം മറ്റൊന്നായി മാറി. അങ്ങനെ മാറിയ ദൈവം അതിൽ നിന്നും വേറൊന്നായി മാറി. അങ്ങനെ പല മാറ്റങ്ങൾ ദൈവത്താൽ തന്നെ മാറി മാറി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതെല്ലാം. അതിൻ്റെ അവസാനമാണ് മനുഷ്യൻ വരെ സർവ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. അത് ദൈവ സൃഷ്ടിയുടെ അവസാനം പരിവർത്തനമാണ്. ഒന്നിൽ നിന്ന് അത് തന്നെ വീണ്ടും ജനിക്കപ്പെടുവാൻ വേണ്ടി ആണും പെണ്ണുമായും തന്നെ ദൈവം സൃഷ്ടിച്ചതാണ്. അതും ദൈവത്തിലാണ്. എല്ലാ ജീവജാലങ്ങളിലും ദൈവമുണ്ട്. ആ ദൈവ ശരീരവും ആ രക്തവും പേറിയാണ് സകല ചരാചര ജീവനും ജീവിയും മനുഷ്യനും എല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പിന്നെ പണ്ഡിതന്മാരും മതഭ്രാന്തന്മാരും സ്ഥാനമാന മോഹികളും എല്ലാം ഒത്തുകൂടി ദൈവത്തിൽ നിന്ന് ദൈവത്തോടടുത്ത മനുഷ്യനെ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകറ്റാം എന്ന് കണ്ടുപിടിക്കാൻ ഒത്തുകൂടിയതിൽ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു മാർഗമാണ് പരമാണുവിൽ നിന്ന് പരിവർത്തനം എന്ന തത്വശാസ്ത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ച് പറയാൻ, പക്ഷേ മറ്റും തുറന്നു പറയുന്നില്ല. സമയമാകുമ്പോൾ പറയേണ്ടി വരും, പറയുക ചെയ്യുക തന്നെ ചെയ്യും.